അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് അവന് സന്തോഷ വേളയും രണ്ട് സന്താപവേളയും കൊടുക്കുന്നതാണ്. ഒരു സന്തോഷമുണ്ടായാൽ അതിനപ്പുറത്ത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവനക്കൊരു സങ്കടാവസ്ഥ ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സങ്കടം മാറാൻ വീണ്ടും കൊടുക്കുന്നത് സന്തോഷമാണ്. ഇങ്ങനെ മാറി മാറിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥകളിങ്ങനെ ചേഞ്ചായി വരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്, അതിലേക്കുള്ള സൂചന നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായും വിഷമങ്ങൾ നേരിടുന്ന സമയത്ത് അവനക്ക് മുറുകെ പിടിക്കാൻ, അവൻ്റെ ജീവിതത്തിൽ അതിനെ മറികടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം എന്ന മഹത്തായ ദിക്ർ ഒരാൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷം 33 തവണ ചൊല്ലിയാൽ അവൻ്റെ ഈ 3 പ്രയാസങ്ങളും അതിൽ അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷമകരമായ അവസ്ഥയാവട്ടെ അതൊക്കെ മാറാനും സന്തോഷങ്ങൾ അവന് തേടിയെത്താനും കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. ആ അടിസ്ഥാനത്താൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാകാൻ, മുന്നോട്ടുള്ള ഗമനത്തിന് സുഖകരമായ ഒരു പോംവഴി ഉണ്ടാവാൻ നാം എല്ലാവരും ഈ ദിക്റുകളൊക്കെ പതിവാക്കി ദുആ ചെയ്യണം. പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട എല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.